ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ ടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വീറ്റ് വാക്സ് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീറ്റ് വാക്സിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വീറ്റിൻ്റെ വാക്സിൻ സ്ട്രിപ്സ് ആണ്. അതിൻ്റെ ഒരു പാക്കേജിങ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് നൈസ് പാക്കിംഗ് ആണ്. പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് റെഡി ടു യൂസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു സലൂൺ സ്മൂത്ത് ഫിനിഷ്, അതായത് നമുക്ക് ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യുന്ന പോലത്തെ ഒരു നല്ല റിസൾട്ട് കിട്ടുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു വാക്സിൻ സ്ട്രിപ്പ് വന്നിട്ട് നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയിട്ടുള്ളൊരു വാക്സിൻ സ്ട്രിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. കൂടാതെ തന്നെ ഇത് 2 വേരിയൻറ്റിലുണ്ട്, നമ്മുടെ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ 4 വാക്സിൻ സ്ട്രിപ്പാണ് ഉള്ളത്. പ്രീ കോട്ടഡ് ആണ്, അതുകൊണ്ട് 8 എണ്ണം ഉണ്ട്. പിന്നെ അത് അതിനൊരു നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ഓവറായിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അതിൻ്റോടൊപ്പം തന്നെ ഇതുപോലൊരു വൈപ്സ് 2 എണ്ണം ഉണ്ടാവും. അത് നമ്മുടെ വാക്സ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു പാക്കിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രിക്കോഷൻസും നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പേപ്പർ ജസ്റ്റ് ഒരു പേപ്പറിനകത്ത് അതിനകത്ത് ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതെല്ലാം നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. പിന്നെ അതിനകത്ത് അതിൻ്റെ ഒരു സൈഡിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു വാക്സിൻ സ്ട്രിപ്പ് വന്നിട്ട് ഹാഫ് ബോഡി വാക്സിൻ സ്ട്രിപ്പാണ്. നമുക്ക് കയ്യിലോ കാലിലോ മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ആം ഏരിയയിലോ നമ്മുടെ ബിക്കിനി ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഹാഫ് ബോഡി വാക്സിൻ സ്ട്രിപ്പാണ്. നിങ്ങൾക്ക് ഫുൾ ബോഡി വാക്സിൻ സ്ട്രിപ്പ് അവൈലബിൾ ആണ്. ഏതാണ്ട് 299 രൂപയാണ്. ഇതിന് വന്നിട്ട് വെറും 99 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പാക്കിലും കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇത് യൂസ് ചെയ്യുന്നതിനുള്ള കാരണം വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നായിരിക്കും. ഓയിലി സ്കിന്നാകുമ്പോൾ ഇത് പീൽ ചെയ്യുന്ന സമയത്ത് ഹെയർ ഫുള്ളായിട്ട് കറക്റ്റായിട്ടും നമ്മുടെ ദേഹത്തുനിന്ന് പോയിട്ടുണ്ടാവത്തില്ല. അതിന് പകരം നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പകുതി മുക്കാലും ഹെയർ നമ്മുടെ സ്കിന്നിൽ നിന്ന് പീൽ ഓഫ് ചെയ്ത് വരാൻ സാധ്യത കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന സംഭവമാണ് ഈ ടാൽക്കം പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാക്സിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അതിനകത്തുള്ള ജെൽ ഫോമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ജെൽ ഫോമിലുള്ള ഒരു വാക്സാണ് അതിനകത്തുള്ളത്. അത് നല്ലോണം കറക്റ്റായിട്ട് അത് നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് അത് പീൽ ചെയ്ത് വന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒട്ടിപ്പിടിച്ചാൽ ഇളകി വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പ്ലേസ് ചെയ്തിട്ട് കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിത്
പീൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്ത് വന്നിട്ട് ഇങ്ങോട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പീൽ ചെയ്യാം. എൻ്റെ പൊന്നു അത്യാവശ്യം നല്ല വേദനയുണ്ട്. പക്ഷെ സർപ്രൈസിംഗ്ലി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്ക് നേരത്തെ ഉള്ള ആ ഒരു കൈയും ആ ഒരു രണ്ടും കൂടെ നല്ല വ്യത്യാസമുണ്ട്. നന്നായിട്ട് പീൽ ചെയ്ത് വന്നു. അത്ര ഒരു ഹെയർ അതിനകത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ വെച്ച് നോക്കാം. എനിക്ക് പിന്നെ കരടി രോമമായതുകൊണ്ട് ഇത് പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ ഞാൻ ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, എനിക്ക് കുറച്ചും കൂടെ ഹെയർ ഗ്രോത്ത് നല്ല എൻ്റെ ഹെയർ കുറച്ചും കൂടെ ലോങ് ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്താൽ അത്രയും വേദന ഉണ്ടായിരിക്കത്തില്ല. ഞാൻ പക്ഷേ അത് ചെയ്യാതെ നന്നായി അത് വെച്ചിട്ട് എടുത്തപ്പോഴാണ് എനിക്ക് അത്രയും വേദന വന്നത്. ചെറിയ ഹെയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതിന് വരുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിനകത്ത് ഫുള്ളായിട്ട് എല്ലാ ഒരു ഹാഫ് ഹാൻഡിൽ ഫുള്ളായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത വാക്സിൻ സ്ട്രിപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ കൈയുടെ ആ ഒരു സെൻസിറ്റീവ് ഏരിയ കൊണ്ടാണ് വെച്ചത്. പക്ഷേ വെച്ച ആ ഒരു സ്ട്രിപ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞു പോയപ്പോഴത്തേക്കും അത് നന്നായിട്ട് വേദന എടുത്തു. നിങ്ങൾ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ ഒന്ന് ടൈറ്റായിട്ട് പിടിപ്പിക്കുക ആരെങ്കിലും കൊണ്ട്. നമ്മൾ കാലിൽ എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ കാലിൽ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ആ സ്കിന്നൊന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് പുള്ള് ചെയ്താൽ അത്രയും വേദന നമുക്കുണ്ടാവത്തില്ല. പിന്നെ ഞാൻ കയ്യിൽ എടുത്ത് കുറച്ച് നേരത്തേക്ക് ആ ഒരു വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പിന്നെ അത്രയും വേദന എടുത്തില്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു കൈക്ക് മാത്രമായിട്ട് ഒരു 3 സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അത്രയും തന്നെ മതിയാവും. കുറച്ച് നന്നായിട്ട് അത് ഫുള്ള് പീൽ ചെയ്യുക. ഒരു 3 സ്ട്രിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് അതിനകത്ത് തന്നിട്ടുള്ള വൈപ്സാണ്. ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം ആ ഒരു കൈ ഫുള്ളും ആ ഒരു വാക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വാക്സ് ഉണ്ട്, ഒരു പശ, അത് ഫുള്ള് ആ കൈ മൊത്തം പറ്റിയിരിക്കും. അത് മുടിയിൽ അവിടെ ഇവിടെ എല്ലാം തൊടുന്നിടത്തെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വൈപ്സ് അതിനകത്ത് സിറം എന്തോ ആണ്. കൈ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ അത് നല്ലോണം ഹെൽപ്പ് ചെയ്തു. കൈ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കൈ ചെറുതായിട്ട് ഇങ്ങനെ കുരുക്കൾ വരാൻ തുടങ്ങി. ഞാൻ കുറച്ച് ഒന്ന് നെർവസായി. പിന്നെ അതിന് ശേഷം അത് അങ്ങ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് തന്നെ പൊക്കോളും. അത് എടുക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 24 മണിക്കൂറിന് ശേഷം നമ്മൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് വാക്സ് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോഴത്തെ കയ്യിലും ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് നല്ല വേദന എടുത്തു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കൈ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ വാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ബോഡി ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കൂടുതലും നമ്മൾ സാധാരണ ആയാലും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിലെ ഹെയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തേക്കാണ്. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അത് ഫുള്ളായിട്ട് റിമൂവ് ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും കെയർ ചെയ്യണം. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. നമ്മൾ വാക്സിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് വേദനയുണ്ട്, കുഴപ്പമില്ല, എന്നാലും സഹിക്കബിളാണ്. സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് വാക്സിൻ ചെയ്തതിന് ശേഷം ആ ഒരു വാക്സ് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടാവും. ഒരു ചക്കക്കറയിലൊക്കെ പെട്ട ഒരവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് അത് നമ്മുടെ ആ ഒരു ഹെയറൊക്കെ നന്നായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എടുത്തതിന് ശേഷം ചെറിയ ബംസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ കുരു പോലെ. അത് ആ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേദന സഹിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്യാം. നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ക്രീമൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം പുരട്ടിക്കൊണ്ട് തേച്ച് നിന്ന് അത് പോകാൻ കുറേ നേരം നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് നേരം എടുക്കും. ഇത് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് വാക്സിൻ എക്സ്പീരിയൻസ്. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ
പിന്നെ നിങ്ങൾ അവസാനം വന്നിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ള ഈ ഒരു പേപ്പർ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ നിൽക്കുക. കാരണം ചിലവർക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അതിനകത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക.